സുഹൃത്തുക്കളെ, AI ലോകത്തെ മാറ്റുമെന്ന് നമ്മളെല്ലാവരും കേൾക്കുന്നു. പക്ഷേ AI വളരാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്ന് അറിയാമോ? കമ്പ്യൂട്ടറുകളല്ല, വേണ്ടത് വൈദ്യുതി, വെള്ളം, ഭൂമി. നാളത്തെ വലിയ പരിസ്ഥിതി പോരാട്ടം ഒരു കൽക്കരിയെ ചുറ്റിപ്പറ്റിയായിരിക്കണമെന്നില്ല. ജനാലകളില്ലാത്ത ഒരു ഡാറ്റാ സെൻറ്ററിനെ ചുറ്റിപ്പറ്റിയായിരിക്കാം. ഈ ദശകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക മത്സരം കൃത്രിമ ബുദ്ധിയായ AI ആണ്. അമേരിക്ക മുതൽ ചൈന വരെ എല്ലാ രാജ്യങ്ങളും ഡാറ്റാ സെൻറ്ററുകൾ നിർമ്മിക്കാൻ മത്സരിക്കുകയാണ്. ഇന്ത്യയും അതിൽ പിന്നിലല്ല. ഇന്ത്യ AI മിഷൻ, വൻ നിക്ഷേപങ്ങൾ, പുതിയ ഡാറ്റാ സെൻറ്ററുകൾ എല്ലാം അതിവേഗം മുന്നേറുകയാണ്. പക്ഷേ ഒരു ചോദ്യം ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഈ ഡിജിറ്റൽ വളർച്ചയുടെ യഥാർത്ഥ വില ആരാണ് നൽകുന്നത്? അമേരിക്കയിൽ വൈദ്യുതി ഉപയോഗത്തെ ചൊല്ലി പ്രതിഷേധങ്ങൾ. അയർലൻഡിൽ വൈദ്യുതി ശൃംഖലയെക്കുറിച്ചുള്ള ആശങ്ക. നെതർലൻഡ്സിൽ, മലേഷ്യയിലും വെള്ളവും ഭൂമിയും സംബന്ധിച്ച പ്രതിഷേധങ്ങൾ. ശേഷം ഇന്ത്യയിലേക്ക് വരിക. ഇന്ന് ഇന്ത്യയിൽ ഈ ചർച്ച അത്ര ശക്തമല്ല. പക്ഷെ നാളെ അത് ഒഴിവാക്കാനാവില്ല. കാരണം AI പ്രവർത്തിക്കുന്നത് ഇൻ്റർനെറ്റിലല്ല, ഭൂമിയിലാണ്. ഓരോ ChatGPT ചോദ്യത്തിൻ്റെയും പിന്നിൽ ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകളാണ്. ഓരോ UPI ഇടപാടിൻ്റെയും പിന്നിൽ ഡാറ്റാ സെൻറ്ററുകളാണ്. ഓരോ നെറ്റ്ഫ്ലിക്സ് സിനിമയും യൂട്യൂബ് വീഡിയോയും പ്രവർത്തിക്കുന്നത് ഈ സെർവറുകളിലൂടെയാണ്. ഇവ പ്രവർത്തിക്കാൻ 24 മണിക്കൂറും വൈദ്യുതി വേണം. ചൂടാകാതിരിക്കാൻ നിരന്തരം തണുപ്പിക്കണം. അതിന് വലിയ അളവിൽ വെള്ളവും വേണം. പരിമിതമായ പുനരുപയോഗ ഊർജം ആർക്കാണ് മുൻഗണന? AI കമ്പനികൾക്കോ, കർഷകർക്കോ, വീടുകൾക്കോ, ചെറുകിട വ്യവസായങ്ങൾക്കോ? ഒരു കാലത്ത് ഖനന പദ്ധതികളെക്കുറിച്ചായിരുന്നു തർക്കം. പിന്നീട് ദേശീയപാതകളെക്കുറിച്ചായി. പിന്നീട് സോളാർ പാർക്കുകളെക്കുറിച്ചായിരുന്നു. ഇനി അടുത്ത ചർച്ച ഡാറ്റാ സെൻറ്ററുകളെക്കുറിച്ചായിരിക്കും. ഇത് AIക്കെതിരായ വാദമല്ല. ഇന്ത്യ ഡിജിറ്റൽ രംഗത്ത് മുന്നേറണം. ഡാറ്റാ സെൻറ്ററുകൾ വേണം. പക്ഷേ വികസനം എന്നത് കെട്ടിടങ്ങൾ മാത്രം പണിയലല്ല. ഭൂമിയെയും വെള്ളത്തെയും വൈദ്യുതിയെയും നീതിപൂർവം പങ്കിടുന്നതുമാണ് വികസനം. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വിലപ്പെട്ട വിഭവം ഡാറ്റയാണെങ്കിൽ ആ ഡാറ്റയുടെ രാഷ്ട്രീയം ഭൂമിയുടെയും വെള്ളത്തിൻ്റെയും വൈദ്യുതിയുടെയും രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവി വിജയിക്കണമെങ്കിൽ AIയും പരിസ്ഥിതിയും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന വികസന മാതൃകയാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. അല്ലെങ്കിൽ ഇന്നത്തെ ഡാറ്റാ സെൻറ്ററുകൾ നാളത്തെ പരിസ്ഥിതി സംഘർഷങ്ങളുടെ കേന്ദ്രങ്ങളായി മാറും.